Dear students, good morning. അസൈൻമെൻറ്റ് മോഡൽ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലത്തെക്കുറിച്ചിട്ടാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞു അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഹംഗേറിയൻ മെത്തേഡാണ്. അപ്പോൾ ഹംഗേറിയൻ മെത്തേഡിൻ്റെ അൽഗോരിതം നോക്കാം, എന്നിട്ട് പ്രോബ്ലം നോക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലത്തിൻ്റെ കൂടെ അൽഗോരിതം കൂടി അൽഗോരിതം തന്നെയാണ് പ്രോബ്ലത്തിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോബ്ലം പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയുന്നത് സ്റ്റെപ്പുകൾ തന്നെയാണ് അൽഗോരിതം എങ്കിൽ ജസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് അൽഗോരിതം പറയാം, ശ്രദ്ധിക്കുക. സിമ്പിളാണ് അസൈൻമെൻറ്റ് മോഡലും അസൈൻമെൻറ്റ് പ്രോബ്ലം എല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന ഹംഗേറിയൻ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് നോക്കാം. ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം ആണെങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അസൈൻമെൻറ്റ് പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ നമ്മളൊരു ബാലൻസ്ഡ് കണ്ടീഷൻ എടുക്കണം. ബാലൻസ്ഡ് കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റോസും കോളംസും ഒരു ടേബിളിലെ റോസ് ആൻഡ് കോളംസ് ഈക്വലായി വരണം. അതാണ് ബാലൻസ്ഡ് പ്രോബ്ലത്തിൻ്റെയാണ് നാം പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ ഈച്ച് റോ ആൻഡ് സബ്സ്ട്രാക്ട് ഇറ്റ് ഫ്രം ഓൾ ദ എലമെൻറ്റ് ഓഫ് ദാറ്റ് റോ. നമുക്കൊരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോസും കോളംസും ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ 1 2 3, ഇവിടെ 1 2 3 റോയും കോളം ഈക്വലാണ്. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. പിന്നെ ഇതിൽ കുറേ ലെറ്റേഴ്സാണ് ഉണ്ടാവുക. എന്ത് മെഷർമെൻ്റ് ആയാലും അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ നോക്കേണ്ട ഓരോ റോ വൈസാണ്. ഇത് ഇങ്ങനെ. അപ്പോൾ ആദ്യം ഈ റോ നോക്കും. ഈ റോയിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് നോക്കുക. ആ എലമെൻറ്റ് ബാക്കി എല്ലാ എലമെൻറ്റിൽ നിന്നും മൈനസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 5 6 ആണ് വിചാരിക്കുക. ഇവിടെ ഏറ്റവും ചെറിയ എലമെൻറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഈ 4 എല്ലായിടത്തും മൈനസ് ചെയ്യുക. അപ്പോൾ 4 - 4 0, 5 - 4 1, 6 ആണെങ്കിൽ 6 - 4 2 അങ്ങനെ വരും. അതായത് മെയിനായിട്ട് നമ്മൾ ഒരു 0 എലമെൻറ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉദ്ദേശം. കാരണം അസൈൻമെൻറ്റ് പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ജോബ് ഒരു വർക്കർ മുകളിലുള്ളൊരു അതായത് നമ്മുടെ ഈ മുകളിൽ പറയുന്ന ഇത്രയും ഭാഗം ജോബ് വർക്കറും ആണെങ്കിൽ ഒരു വർക്കർക്ക് ഒരു ജോബ് എന്ന കണക്കിൽ അസൈൻ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം നമ്മൾ പറഞ്ഞു. ആ രീതിയിലോട്ട് എത്തിക്കാനുള്ള മെത്തേഡാണ് ഇങ്ങനെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് എടുക്കുക. ആ ചെറിയ എലമെൻറ്റ് ബാക്കി എല്ലാ എലമെൻറ്റിനും മൈനസ്. ബാക്കി എല്ലാ എലമെൻറ്റും മീൻസ് ആ റോയിലെ എല്ലാ എലമെൻറ്റിൽ നിന്നും മാത്രം, അല്ലാതെ മൊത്തം ആ ഒരു ടേബിളിലെ എലമെൻറ്റിൽ നിന്നല്ല, ആ ഒരു റോയിലെ എലമെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. അങ്ങനെ ഓരോ റോയും ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അതേ മെത്തേഡ് കോളം വൈസ് ചെയ്യാം. ആദ്യം റോ വൈസ് ചെയ്യുക, പിന്നെ ഇത് കോളം വൈസ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 2. ചൂസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ഇൻ ഈച്ച് കോളം ആൻഡ് സബ്സ്ട്രാക്ട് ഇറ്റ് ഫ്രം ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദാറ്റ് കോളം. സ്റ്റെപ്പ് 2 ഹാസ് ബി പെർഫോംഡ് ഓൺ ദ ടേബിൾ ഒബ്റ്റെയിൻഡ് ഇൻ സ്റ്റെപ്പ് 1. ആ ഒരു സ്റ്റെപ്പ് 1 വഴി കിട്ടിയ ആ ഒരു ടേബിൾ തന്നെയാണ് ഈ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ചെക്ക് വെദർ ദർ ഇസ് അറ്റ്ലീസ്റ്റ് 1 0 ഇൻ ഈച്ച് റോ ആൻഡ് ഈച്ച് കോളംസ് മേക്ക് ആൻ അസൈൻമെൻറ്റ് ആസ് ഫോളോ. അപ്പോൾ നമ്മൾ ഓരോ റോ ആയാലും കോളായാലും ഓരോന്നിലും ഒരു 0 എങ്കിലും ഉള്ളിലേ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ മാനർ, അത് ഉണ്ടായിരിക്കും. അതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഏത് റോ എടുത്താലും ഒരു റോ എടുത്താലും ഏതൊരു കോളം എടുത്താലും അതിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഉണ്ടായിരിക്കും. എക്സാമിൻ ദ റോസ് successively until a row with exactly 1 0 is found. Mark that 0 by. That means an assignment is made there. Cross at other zeros is again its column. Continues this until all the rows has been examined. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു ടേബിൾ എടുത്തു. ഇവിടെ 0 1, ഇവിടെ 2 ഉണ്ട്, 3 0 1 ഇങ്ങനെ ഉണ്ട് കരുതാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ കിട്ടിയൊരു ടേബിളാണ്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് റോയിൽ ഓരോന്നിലും എത്ര സീറോസ് ഉണ്ടെന്ന്. നമ്മളിപ്പോൾ ഞാൻ എഴുതിയൊരു പ്രോബ്ലം കേസിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലായിടത്തും ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ ചിലത് 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, എത്ര സീറോസ് വേണമെങ്കിലും ഉണ്ടാവും.
അപ്പോൾ ഏറ്റവും കുറവ് സീറോസ് വരുന്നത് അത് ഒന്ന് മാത്രം സീറോ, ഏറ്റവും കുറവ് മീൻസ് ഒട്ടും സീറോ ഇല്ലായിരിക്കില്ല, ഒരു സീറോ വരുന്നത് റൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് റോ, ആ ഒരു പ്രൊസീജിയറിലാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ നോക്കി, ഫസ്റ്റ് റോ നോക്കൂ, ഈ ഒരു സീറോ ഉണ്ട് അല്ലേ, ഈ ഒരു സീറോ ഉണ്ട്, അതാണ് റൗണ്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ആ ഒരു റോ, ആ കോളത്തിൽ സീറോ ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ ഒരു കേസിൽ സീറോ ഇല്ല, അറ്റ്ലീസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും സീറോ ഉണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടെങ്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഒരു സീറോ നമ്മൾ കൺസിഡർ ചെയ്ത് ആ സീറോൻ്റെ നേരെയുള്ള അപ്പുറവും ഇപ്പുറവും ഉള്ള രണ്ട് സൈഡിലും ഏതെങ്കിലും സീറോ ഉണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് കട്ട് ചെയ്യണം. ഇവിടെ എവിടെയെങ്കിലും സീറോ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്യണം, ഇവിടെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം. അതാണ് ഈ പറയുന്നത് മീനിങ്, അതാണ് മനസ്സിലാക്കുക. എക്സാമിൻ ദ റോ സക്സസീവ്ലി അണ്ടിൽ എ റോ വിത്ത് എക്സാക്ട്ലി 1 0 ഈസ് ഫൗണ്ട്, മാർക്ക് ദാറ്റ് സീറോ ഈസ് സീറോ ബൈ ദാറ്റ് മീൻസ് ആൻ അസൈൻമെൻറ്റ് ഈസ് മെയ്ഡ് ദർ. അപ്പോൾ ആ ഒരു സീറോയ്ക്ക് അസൈൻമെൻറ്റ് കൊടുക്കുക. ആ സീറോ ആണ് നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം. ബാക്കി സീറോസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഈ പ്രോസസ്സ് റോയായിട്ടും കോളമായിട്ടും കംപ്ലീറ്റ് ആക്കുക. എക്സാമിൻ ദ കോളം സക്സസീവ്ലി until a column with exactly 1 0 is found, mark that 0, that means an assignment is made there, cross all other zeros in its row, continue this until all the columns has been examined. ഈ ഒരു റോൾ ചെയ്ത് ഇതേ പ്രോസസ്സ് തന്നെ നിങ്ങൾ കോളത്തിലും റിപ്പീറ്റ് ചെയ്യാം. If each row and each column contain exactly one assignment, then the solution is optimal. അങ്ങനെ അവസാനമായിട്ട് ഓരോ റോയിലും ഓരോ കോളത്തിലും ഒറ്റ ഒരു അസൈൻമെൻറ്റേ വരുന്നുവെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ആണെന്ന് വിചാരിക്കുക. അതായത് മുകളിലെ റോയ്ക്ക് പകരം കറസ്പോണ്ട് ഒരു കോളത്തിലൊരു എലമെൻറ്റ് അങ്ങനെയാണ് വരുന്നത് എങ്കിൽ പ്രോബ്ലം ഈസ് ഓപ്റ്റിമൽ. അങ്ങനെയാണ് അവസാനിപ്പിക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആദ്യം ടേബിൾ അതുപോലെ വരയ്ക്കുക. അതിൽ ഓരോ റോയിലെയും ഏറ്റവും ഫസ്റ്റ് റോയിലെ ഏറ്റവും ചെറിയ എലമെൻ്റ് എടുക്കുക, എല്ലായിടത്തും മൈനസ് ചെയ്യുക. ഇതേ പ്രോസസ്സ് കോളത്തിൽ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് സീറോ വരുന്ന നോക്കുക, ഒരുപാട് സീറോസ് വരുന്ന എലമെൻറ്റ്സ് നോക്കുക. അതിൽ ഒരു സീറോ മാത്രം വരുന്ന എലമെൻറ്റിനെ റൗണ്ട് ചെയ്യുക. അതിന് നേരെ വരുന്ന സീറോസിനൊക്കെ കട്ട് ചെയ്ത് കളയുക. അത് ആദ്യം നോക്കുന്നത് റോ വൈസിൽ, പിന്നെ നോക്കുന്നത് കോളം വൈസിൽ. അങ്ങനെ നോക്കി റൗണ്ട് ഇട്ടതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. അപ്പോൾ ഈ റൗണ്ട് ഇട്ട വാല്യൂ ആണ് അസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുമ്പോൾ, ഒരു സൊല്യൂഷൻ കാണാൻ പറഞ്ഞില്ല ഒപ്റ്റിമൽ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുമ്പോൾ ഈ റൗണ്ട് ഇട്ട വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഞാൻ ഒരു കാണിച്ചു തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട്, ആ റൗണ്ട് ഇട്ട ഭാഗത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് വാല്യൂ ആയിരുന്നുവോ അതെടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലം ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാനുള്ള ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അൽഗോരിതം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.